എത്ര തന്നെ വലിയ ക്വാളിഫിക്കേഷൻസും അതുപോലെ എക്സ്പീരിയൻസും അതുപോലെ വലിയ വലിയ അക്കംപ്ലിഷ്മെന്റ്സും എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പലരും ജോബ് മാർക്കറ്റിൽ ഒരു ഇന്റർവ്യൂവിന് പോലും ക്ഷണിക്കപ്പെടാതെ ആവുന്നത്? അത്തരക്കാരെ വിജയത്തിലേക്ക് നയിക്കുന്നതിന് റെസ്യൂമെ വഹിക്കുന്ന പങ്കിനെ കുറിച്ചാണ് കഴിഞ്ഞ 2 വീഡിയോകളിൽ നാം ഡിസ്കസ് ചെയ്തിരുന്നത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആയിട്ടുള്ള റെസ്യൂമെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നും എത്ര ക്ലിയർ ആയിരിക്കണമെന്നും അതുപോലെ എത്ര ഷോർട്ട് ആയിരിക്കണമെന്നും ഒക്കെ തന്നെ നാം ആ വീഡിയോകളിൽ കണ്ടു. കമ്പനിയുടെ ജോബ് റോളിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന കീവേഡ്സ് നമ്മുടെ റെസ്യൂമെയിൽ അവിടവിടങ്ങളിലായി ഇടം പിടിച്ചിരിക്കണമെന്നും നാം കണ്ടു. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് ഇമ്പാക്റ്റ് ഉള്ള കളർഫുൾ ആയിട്ടുള്ള റെസ്യൂമെകളല്ല ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യം. ജോബ് റോളിനെ കണക്ട് ചെയ്തുകൊണ്ട് ആ ജോബ് റോളിലുള്ള കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള അവ വളരെ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള അതുപോലെ തന്നെ മെഷറബിൾ ആയിട്ടുള്ള അക്കംപ്ലിഷ്മെന്റ്സും അച്ചീവ്മെന്റ്സും ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള വളരെ ചെറിയ ഒരു റെസ്യൂമെ ആയിരിക്കണം നാം പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടത്. അത്തരം റെസ്യൂമെകളാണ് HR മാനേജറുടെയും മറ്റും അറ്റൻഷൻ പിടിച്ചു വാങ്ങുന്നത്. റെസ്യൂമെയെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ഒരു ടൂളാണ് അപ്ലിക്കേഷന്റെ കൂടെ നാം സബ്മിറ്റ് ചെയ്യേണ്ട കവറിംഗ് ലെറ്റർ എന്ന് പറയുന്നത്. നീറ്റായും ബ്രീഫായും സ്വന്തം കൈപ്പടയിൽ ഒരു കവറിംഗ് ലെറ്റർ റെഡിയാക്കി സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായും HR മാനേജേഴ്സിന്റെ അറ്റൻഷൻ പിടിച്ചു പറ്റുക തന്നെ ചെയ്യും. കമ്പനിയുടെ നോട്ടിഫിക്കേഷൻ ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ആ കമ്പനിയുടെ ഭാഗമാവാൻ കഴിയുന്നതിലുള്ള നിങ്ങളുടെ സന്തോഷം ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അത്തരമൊരു കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുവാനുള്ള നിങ്ങളുടെ റെഡിനെസ് കൂടെ എക്സ്പ്രസ് ചെയ്തുകൊണ്ടാണ് ആ കവറിംഗ് ലെറ്റർ എങ്കിൽ തീർച്ചയായും ആ കവറിംഗ് ലെറ്റർ HR മാനേജറുടെയും മറ്റും അറ്റൻഷൻ പിടിച്ചു പറ്റും. ജോബ് മാർക്കറ്റിൽ ഇടം കണ്ടെത്താൻ സഹായിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടൂളുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഓഫ്, ചന്ദ്രിക ജയശങ്കർ.